പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിന് വൻ സന്നാഹം. പോലീസിനൊപ്പം അഗ്നിശമന സേനാ യൂണിറ്റുകളും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കൽ തടയാൻ സ്ത്രീകളും കുട്ടികളും രംഗത്തുമുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? പാരിയത്തുകാവിൽ 8 ദളിത് വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ 14 തവണ ഇവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോഴും അതിനെ ആ കുടുംബങ്ങളിലുള്ളവരും നാട്ടുകാരും ചേർന്ന് തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ 15ാമത്തെ തവണയാണ് അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കുടി ഒഴിപ്പിക്കണം എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. കാരണം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും നാളായിട്ടും ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പോലീസിന് കഴിഞ്ഞെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വൻ സന്നാഹത്തോടു കൂടി പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമരക്കാർ ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ പോലീസും മറ്റു സന്നാഹങ്ങളും മറ്റൊരു ഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 14 തവണയും ഇതേപോലെയായിരുന്നു അവസ്ഥ. അപ്പോഴൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് കൂടുതൽ സന്നാഹങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ അതോടൊപ്പം തന്നെ ആലുവ DYSPമാരുടെ നേതൃത്വത്തിലാണ് കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒക്കെ അവരോട് തന്നെ ചെയ്യാം. സാറേ, ഇത് ഇന്ന് തന്നെ 14 തവണ നിങ്ങൾ വന്നതാണ്. നടപടി കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം ഇന്നുണ്ടാവുമോ? ഇന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും നടത്തും. ഇല്ലാത്ത തരം സന്നാഹങ്ങളുണ്ടല്ലോ. നടത്തും. മാറില്ല. ഇതാണ് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇക്കുറി പിന്മാറില്ലെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സന്നാഹങ്ങളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതെന്തായാലും ഇത് പുതിയ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രശ്നം തന്നെയാകും. കാരണം ഈ സർക്കാരിന് മുന്നിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഈ വിഷയം വരിക. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് ഇതിന് സമരത്തിന് നേതൃത്വം നൽകുന്നവരോട് തന്നെ ചോദിക്കാം. ഇതിനകത്തിപ്പോ നിങ്ങളുമായിട്ട് സംസാരിച്ചല്ലോ, എന്താണ് പോലീസ് പറയുന്നത്? പോലീസ് പറയുന്ന ഒരു വീട് അവിടെ ഒഴിഞ്ഞെടുപ്പുണ്ട്, അതിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ എല്ലാ വീട്ടിലും പ്രവേശിക്കും. അതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് 8 പേരെ അല്ലെങ്കിൽ 7 വീട്ടിലുള്ളവരെ പുറത്താക്കുമ്പോൾ അവർക്ക് അവരെവിടെ പോകുന്നുള്ളൊരു ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല പോലീസും പറയുന്നില്ല, അധികാരികളാരും പറയുന്നില്ല. തഹസിൽദാർ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. ഇവരെ എങ്ങോട്ട് പുറത്ത് വിടും? ഇവരെവിടെ പോകും? ഇവർക്ക് എവിടെ സ്ഥലം കണ്ടുപിടിക്കും? പുനരധിവാസം ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ആവശ്യം എന്താണ്? നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം, ഈ സ്ഥലത്തിൽ 100 വർഷത്തോളമായി താമസിക്കുന്നവരാണ്. അവരുടെ 4ാമത്തെ പരമ്പരയാണ് ഇപ്പോൾ ഉള്ളത്. ആ പരമ്പര ഈ കാര്യത്തിനകത്ത് ഇവർക്ക് ഇതൊന്നും അറിയില്ല. അതിനിടയ്ക്കാണ് ഇതിന്റെ സ്ഥലത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരാൾ കോടതി പോയി അയാൾക്ക് അനുകൂലമായി തീരുമാനം ഉണ്ടാക്കത്തക്കത്തുള്ള ആധാരങ്ങളും മറ്റ് രേഖകളും ഉണ്ടാക്കിയിട്ടാണ് അയാളിപ്പോൾ വിധിച്ചത്. അപ്പൊ ഇവര് ഒന്നില്ലെങ്കിൽ ഒരു പണിയ, ഇവർക്ക് ഇവിടെ ആവശ്യമായ സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പുനരധിവാസത്തിന് ആവശ്യമായ നടപടി ഉണ്ടാക്കുക. അങ്ങനെയല്ലാതെ പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട പാവങ്ങളിൽ പാവങ്ങളായ കുടുംബങ്ങളെ പുറത്തേക്ക് കടത്തിവിടുന്നത് എന്തും മാനുഷിക മൂല്യം അതിനകത്തുള്ളത് മനുഷ്യത്വരഹിതമാണ്. ഇല്ലേ? മനുഷ്യത്വരഹിതമായ നടപടി മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയം തന്നെയാണ്. കാരണം 8 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കുന്നതോടുകൂടി പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരെങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യമാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. പക്ഷെ അതിനൊരു സർക്കാർ ഇടപെടൽ തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു നേരം കൊണ്ട് ഇവരെ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കുടിയൊഴിപ്പിക്കും എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൻ സന്നാഹം ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധത്തെ മറികടന്നവർ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ എല്ലാവരും ഒരു വീട്ടിലേക്ക് കയറിയാൽ ബാക്കി എല്ലാ വീടുകളിലേക്കും കയറും. പകരം എന്താ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന, വർഷങ്ങളായി ജീവിച്ചു വരുന്ന ആളുകൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് ഇറങ്ങി പോകണം എന്നുള്ള ചോദ്യത്തിന് ആരുടെ കയ്യിലും ഉത്തരമില്ല എന്നുള്ളതാണ് ഈ സമരക്കാർ പറയുന്നത്.